Hi my dear students, once again welcome back to Integrals. ഇന്ന് ഇൻ്റഗ്രൽസിൻ്റെ ഈ 32ാമത്തെ ക്ലാസ്സിൽ we are going to discuss the definite integrals. Definite integralനെ ലിമിറ്റ് ഓഫ് എ സം നമ്മൾ രണ്ട് തരത്തിൽ ഈ ഡെഫിനറ്റ് ഇൻ്റഗ്രലിനെ ഡിഫൈൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് നമ്മൾ ആദ്യമേ ഡിഫൈൻ ചെയ്തിരുന്ന ആൻറ്റി ഡെറിവേറ്റീവ് ആയിട്ട് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആസ് ദി ആൻറ്റി ഡെറിവേറ്റീവ്. അത് വെച്ച് നമ്മൾ രണ്ട് ഫണ്ടമെന്റൽ തിയറംസ് പഠിച്ചിരുന്നു. ഒന്ന് പറയുന്നത് ഒന്നാമത്തെ തിയറം പറഞ്ഞിരുന്നതാണ് ഇന്റഗ്രൽ a to b fx dx. fx dx is the area under the curve within the limit a to b. നമ്മൾ ആ ഒരു ഡെഫിനിഷനാണ് ഏറ്റവും ആദ്യം നമ്മൾ പഠിച്ചിരുന്നത്. That is the first fundamental theorem, area under the curve. That is, ഈ ഫംഗ്ഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്കും ബിക്കും ഇടയ്ക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ആ ഫംഗ്ഷൻ്റെ ഏരിയ അണ്ടർ ദ കർവ് ആണ്. ഇനി രണ്ടാമത്തെ ഫണ്ടമെന്റൽ തിയറം നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദിസ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ആൻറ്റി ഡെറിവേറ്റീവിൻ്റെ ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇതിൻ്റെ ഇൻ്റഗ്രൽ ഏതൊരു ഫംഗ്ഷൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് എഫ് ഓഫ് ഈ സ്മോൾ എഫ് എക്സ്. ആ ഫംഗ്ഷൻ ക്യാപിറ്റൽ എഫ് എക്സ് എടുക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നാണ്. വേറെ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു ഓർ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്ത് നമുക്ക് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് ആണ്. ഇത്തരത്തിലാണ് നമ്മൾ അതിനെ രണ്ട് തരത്തിലാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്തത്. ഒന്ന് ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ്, സെക്കൻഡ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. ഇനി ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നത് രണ്ട് തരത്തിലാണ് തന്നെ ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞു. ഒന്നാമത്തത് ഇത്, രണ്ടാമത്തത് ഡെഫിനറ്റ് ഇന്റഗ്രൽ ആസ് ദി ലിമിറ്റ് ഓഫ് എ സം. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനറ്റ് ഇന്റഗ്രൽ ആസ് ദി ലിമിറ്റ് ഓഫ് എ സം. ഡെഫിനറ്റ് ഇന്റഗ്രൽ ആസ് ദി ലിമിറ്റ് ഓഫ് എ ഇന്റഗ്രൽ ആസ് ദി ലിമിറ്റ് ഓഫ് എ സം. ഇത് നമ്മുടെ സ്കൂള് ബോർഡ് എക്സാമിനേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇത് പലപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഇതിൻ്റെ ഒരു അല്പം തിയറി ഉണ്ട്. തിയറി ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ തിയറി പാർട്ടിലേക്ക് ഒന്ന് പോകാം. തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്രാഫ് എടുത്തിരിക്കുകയാണ്. നോക്കിക്കോളൂ, ഇവിടെ ഒരു ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഗ്രാഫാണ്. y f x is equal to x സ്ക്വയർ എന്നുള്ള ഫംഗ്ഷനാണ്. എനിക്ക് ഈ ഫംഗ്ഷന്റെ ഇന്റഗ്രൽ a to b f x dx ഒന്ന് കണ്ടുപിടിക്കാൻ പോകും. അപ്പൊ ഞാനിവിടെ a to b ആയിട്ട് എടുക്കുന്നത് 1 to 3 എന്നാണ്. എയുടെ സ്ഥാനത്ത് 1ഉം ബിയുടെ സ്ഥാനത്ത് 3യുമായിട്ട് എടുക്കുകയാണ് ഞാൻ. അപ്പം അത് നമ്മുടെ എഫ് എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ വന്നിരിക്കുന്ന എക്സ് സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് ഇന്റഗ്രൽ 1 to 3 എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അതിന്റെ ഗ്രാഫിലേക്ക് ഒന്ന് പോകാം. ഇതാണ് ഈ 1 എന്ന് പറഞ്ഞ പോയിന്റ്. എക്സിന്റെ വാല്യൂ 1 വരുന്നത്. ഇതാണ് എക്സിന്റെ വാല്യൂ 3 വരുന്നത്. അപ്പൊ എനിക്ക് വേണ്ടത് ഈ 1 മുതൽ 3 വരെ ഈ കർവിന്റെ ഇന്റഗ്രൽ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഗ്രാഫിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഇതാണ് 1, ഇത് 3. അപ്പം ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാം. ദാറ്റ് ഈസ് ഇന്റഗ്രൽ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ. ഇന്റഗ്രൽ a to b f x x dx എന്ന് പറഞ്ഞാൽ 1 to 3 x സ്ക്വയർ dx ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഡെഫിനേഷൻ അനുസരിച്ച്, ഇന്റഗ്രൽ കാൽക്കുലസിന്റെ ഡെഫിനേഷൻ അനുസരിച്ച് ഇത് ഏരിയ അണ്ടർ ദി കർവ് ആണ്. അപ്പോൾ ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ 1 മുതൽ ഈ 3 എന്നുള്ള ഈ പോയിന്റ് വരെ. ഇപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് y കോർഡിനേറ്റ് ആണ് ഈ കാണുന്നത്. 1ന് എക്സിന് 1 കൊടുത്താൽ ഇത് 1 സ്ക്വയർ എന്ന് വരും. എക്സിന് 3 കൊടുത്താൽ ഇത് 3 സ്ക്വയർ എന്ന് വരും. അപ്പോൾ 1 3. അപ്പോൾ 1 3 മുതൽ ഇന്റഗ്രൽ a to b എന്ന് പറയുന്നത് ഇന്റഗ്രൽ 1 to 3 എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബൈ ദ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ് ഏരിയ അണ്ടർ ദി കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ്. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ക്ലിയർ ആണ്. 1 to 3 ഇത്രയും ഭാഗത്തിന്റെ ഏരിയ ആണ് ഏരിയ അണ്ടർ ദി കർവ്. ഇത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഡയറക്റ്റ് കിട്ടുന്നതാണ്. ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്കറിയാം ഇന്റഗ്രൽ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇന്റഗ്രലിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇന്റഗ്രൽ 1 to 3 എക്സ് സ്ക്വയർ ഡി എക്സ് നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്ത് വരും? എക്സ് ക്യൂബ് എന്ന് വരും അല്ല, എക്സ് ക്യൂബ് ബൈ 3 എന്ന് വരും. ലിമിറ്റ് 1 to 3 എന്നാണ്. അപ്പം നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുവാണെങ്കിൽ 1
1/3 പുറത്തെടുത്തിട്ട് 3 ക്യൂബ് മൈനസ് 1 ക്യൂബ് എന്ന് വരും. ദറ്റ് ഈസ് 1/3 ഇൻറ്റു ദറ്റ് ഈസ് 27 മൈനസ് 1 26 എന്ന് വരും. ദറ്റ് ഈസ് 26/3 എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം 8 പോയിന്റ് സംതിങ് വരും അല്ലേ, 24 8.666 ആവും. അത് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ഒരു റൗണ്ട് ചെയ്യാം, 8.6 ആണ് എഴുതാം. ഇത് നമ്മുടെ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ ഡെഫിനിഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഏരിയ ആണ്. നമ്മുടെ അതിന്റെ ഏരിയ ഇവിടെ കണ്ടുപിടിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി അത് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ 8.67 എന്നുള്ള രീതിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഭാഗത്തിന്റെ ഏരിയ. നമ്മൾ ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 1 സ്ക്വയർ യൂണിറ്റ് ഉണ്ട്, ഇത് 2 ഉണ്ട്, 3, 4, 5 അങ്ങനെ നമ്മൾ ഈ സ്ക്വയർ യൂണിറ്റ്സുകൾ എണ്ണി നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഓൾമോസ്റ്റ്. അപ്പോൾ ഇത് 8.67 ആണ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ, അപ്പോൾ നമുക്കറിയാം ഇത് ഈ ഒരു ഭാഗത്തിനെ നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കുക, ജോമെട്രിക്കലി നമുക്ക് കണ്ടുപിടിക്കുക, നമ്മുടെ മെത്തേഡ്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനതിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ചെറിയ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അത് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഈ ഭാഗത്തിനെ ഇത് 1 മുതൽ 3 വരെ ഉള്ളതിനെ കുറച്ച് റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. റെക്റ്റാങ്കിൾസിന്റെ പ്രത്യേകത നോക്കിയോ, റെക്റ്റാങ്കിൾ ആണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള എളുപ്പമുണ്ട്, ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള രീതിയിൽ കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ഇവിടെ ഇത് എല്ലാം ഈ 1, 2, 3, 4, 5 ആയിട്ട് ഈ 1 മുതൽ 3 വരെയുള്ള റീജിയനെ ഞാൻ 5 പോർഷൻസ് ആയിട്ട്, അതെല്ലാം ഈക്വൽ വിഡ്ത്ത് ആണ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഈ വിഡ്ത്ത് എത്രയെങ്കിലും ആയിക്കോട്ടെ, ഇത് നമുക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ ഞാൻ 3 ആണ്, ഈ 3 ഇത് 1, അപ്പോൾ അതിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ 5 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1 എന്ന് പറയുമ്പോൾ 2 വരും. 2/5 ഇതാണ് അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്രയും, അതായത് 0.4 സംതിങ് വരും. 0.4, യെസ്, എക്സാക്ട്ലി 0.4. 0.4 വിഡ്ത്തുള്ള, അതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. ഇത് 0.4 ആണ് ഇതിൻ്റെ വിഡ്ത്ത്. ഈ 0.4 വിഡ്ത്തുള്ള 5, 1, 2, 3, 4, 5 റെക്ടാങ്കിൾസ് ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എടുക്കാം, ഇത് ഇതിൻ്റെ ലെങ്ത്, ആൻഡ് ഇത് ഇതിൻ്റെ ബ്രെഡ്ത്ത് നമ്മൾ എടുക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു ഈ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഈ 0.4 ആണ്. അപ്പോൾ അതിനെ ഞാൻ സപ്പോസ് ഞാൻ എച്ച് എന്ന് വിളിക്കാൻ, എനിക്ക് ഒരു എന്താ പറയുക, ഒരു നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുവാണെങ്കിൽ ആ കോൺസ്റ്റന്റ് ഞാൻ എച്ച് എന്ന് വിളിച്ചു. കാരണം ഈ 0.4 എന്നൊക്കെ പറഞ്ഞ് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇനി ഞാൻ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ എന്ത് വേണം? അപ്പോൾ ഈ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. ഓക്കെ, ഈ എച്ചിനെ ഈ ലെന്ത് കൊണ്ട് എന്ത് ചെയ്താൽ മതിയാവും? എനിക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ. അപ്പോൾ ഈ ലെന്ത് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് 1 എന്നുള്ള പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗ്രാഫിൽ നോക്കിയാൽ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് 2 ആണ്. അത് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 2 × 0.4 അടുത്ത വരും. അതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വരും? ഇത് ഗ്രാഫിൽ നമുക്ക് അത്ര ക്ലിയർമായിട്ട് 3 പോയിന്റ് സംതിങ് ആണ്. അടുത്തത് ഇൻറ്റു ഇത്, അടുത്തത് ഇതിൻ്റെ ഈ ഹൈറ്റ് മീൻസ് ഇത് 4 പോയിന്റ് സംതിങ് ക്ലോസ് ടു 5 ആണ്. അതാണ് അതിൻ്റെ ലെന്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെ ലെന്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അല്ലേ? അപ്പോൾ നമ്മളിത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 10.32 ആണ്. അപ്പോൾ നമുക്കറിയാം ഇത് കണ്ടുപിടിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളുടെ ഓൾറെഡി നമ്മൾ ഏരിയ കണ്ടുപിടിച്ച് വെച്ചാണ് 8.67 ആണ്, പക്ഷെ ഇപ്പോൾ നമുക്ക് കിട്ടിയ 10.32 ആണ്. അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ എന്താണ്? നമുക്ക് ശരിക്കും ആക്ച്വലി ഈ ഗ്രീൻ ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ കിട്ടിയാൽ മതി. പക്ഷെ റെക്ടാങ്കിൾ ആക്കാൻ പോയപ്പോൾ കുറച്ച് ഭാഗം നമുക്ക് ഇല്ലാത്ത കുറേ ഏരിയയും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഭാഗം നോക്കിയാൽ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെയും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയ നമുക്ക് എക്സ്ട്രാ വരും. അതാണ് ഈ 8.67 വരേണ്ടടുത്ത് നമുക്ക് 10.32. അപ്പോൾ ഈ പോകുന്ന സാധനം ഈ നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയ കുറെ വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ അപ്പർ സം എന്നാണ് വിളിക്കുന്നത്. അപ്പർ സം എന്ന് വേണേൽ വിളിക്കാം അതിന്. കാരണം കുറേ ഏരിയ മുകളിലുള്ള കുറേ ഏരിയ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ലോവർ സം അപ്പർ സം എന്നൊക്കെ പറഞ്ഞുണ്ട്. അത് നിങ്ങൾക്ക് വിശദമായിട്ട് പിന്നീട് പഠിച്ചു.
അപ്പോൾ ഞാൻ ഇത് കുറയ്ക്കണമെങ്കിൽ എന്താണ്, ഈ പോകുന്ന ഈ ഭാഗത്തിൻ്റെ ഏരിയ കുറച്ചും കൂടെ കുറയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, എനിക്കിതിൻ്റെ പാർട്ടീഷൻസ്, ഈ ഡിവൈഡ് ചെയ്ത പാർട്ടീഷൻസ് എണ്ണം ഇത്രയും കൂടെ കൂട്ടിയാൽ മതി. അപ്പം ഞാൻ ഈ 5 എന്നുള്ള സ്ഥാനത്ത് ഞാനൊരു 1 ആയിരുന്നെങ്കിൽ കാണാൻ ഒറ്റ ഡിവിഷൻ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഏരിയ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് വരിക. ഇനി 2 ഡിവിഷൻ ആണെങ്കിൽ കണ്ടോ, അപ്പോൾ കുറേ കൂടെ 13 10 പോയിന്റ് നമ്മൾ കിട്ടിയിരുന്നിടത്ത് 13 ഇനി ഞാൻ ഈ പാർട്ടീഷൻ എണ്ണം ഒന്നും കൂടെ കൂട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കുറേ കൂടിപ്പോയി. ഇത് 1 2 3 2 ആകുമ്പോൾ 2 3 നിങ്ങൾക്ക് 7 2 ആകുമ്പോൾ ഇനി ഞാൻ 3 ആവുക, 3 ആക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് 4 ആക്കാം. 4 ആകുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ 10 പോയിന്റ് കുറച്ചും കൂടെ കൂടുതലാണ്. ഇനി ഈ 4 എന്നുള്ളത് ഇത്രയും കൂടെ കൂട്ടുന്നു വിചാരിക്കുക, 5 ആയി. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം പാർട്ടീഷൻ്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പം ഞാനൊരു 10 ആക്കാം. 10 ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഏരിയ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയി. കാരണം നമുക്ക് നേരത്തെ വന്നിരുന്ന അത്രയും വരത്തില്ല. ഇപ്പം ഇവിടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ ഇൻറ്റു, അപ്പോൾ ഈ എച്ചിന് കുറച്ചും കൂടെ വ്യത്യാസം വരച്ച് കുറച്ചും കൂടെ കുറയും. പാർട്ടീഷൻ്റെ എണ്ണം കൂടുമ്പോൾ ഈ വിട്ട് കുറയും, എണ്ണം കൂടുമ്പോൾ വണ്ണം കുറയും അല്ലേ. അപ്പോൾ കുറഞ്ഞ ബ്രെഡ്ത്ത് ഉണ്ടാവുള്ളൂ, ഹൈറ്റ് കുറച്ചും കൂടെ വ്യത്യാസം വന്നു. അപ്പോൾ കുറച്ചും കൂടെ റിലയബിൾ ആണ് ഏരിയ. അപ്പോൾ നമ്മൾ ചെയ്ത് നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കാം. നമ്മൾ ചെയ്തത് എന്താണോ, ഓരോന്നിനെയും നമ്മൾ ചെയ്തത് അതായത് ആദ്യത്തെ വാല്യൂ ലെന്ത് ഇൻറ്റു എച്ച് ആണ്. ലെന്തിനെ നമുക്ക് ഞാൻ വേണമെങ്കിൽ ആദ്യത്തെ ലെന്തിനെ വേണമെങ്കിൽ L1 എന്ന് വിളിക്കാം. L1 ഇൻറ്റു എച്ച് പ്ലസ് L2 ഇൻറ്റു എച്ച് പ്ലസ് L3 ഇൻറ്റു എച്ച് പ്ലസ് എക്സെട്ര നമ്മൾ കൂട്ടി നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 10 ഡിവിഷൻസ് ആണ് എടുത്തിരിക്കുന്നത് അല്ലേ, 10. അപ്പോൾ ഇത് ആദ്യത്തെ എന്താണ് ഈ L1 എന്ന് എഴുതിയേക്കണേ, രണ്ടാമത്തെ L2 എന്ന് പറഞ്ഞാൽ L3 എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ L10 ലാസ്റ്റ് L10 ഇൻറ്റു എച്ച് എന്ന് വരും. ഇത് എല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് അല്ലേ നോക്കാം, നമുക്ക് ഈ ഒരു ഏരിയ പ്ലസ് അടുത്ത ഏരിയ പ്ലസ് അടുത്ത ഏരിയ, ഇത് ആദ്യം തന്നെയാണ് L1 ഇൻറ്റു ഇ എച്ച്, അടുത്ത L2 ഇൻറ്റു ഇ എച്ച്, L3 ഇൻറ്റു എച്ച്, അങ്ങനെ വന്ന് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏരിയ ആണ് 9.48 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി L1 എന്താണ് നമുക്ക് നോക്കാം. L1ലേക്ക് പോരുവാണെങ്കിൽ ഇതാണ് ഈ L1 എന്ന് പറഞ്ഞാൽ. ഈ L1ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്, ഇവിടുത്തെ എ എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്, 1 അല്ലേ, എ എന്നുള്ള 1 ആണ്. അപ്പോൾ അടുത്ത പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടോ ഈ പർട്ടിക്കുലർ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ഞാൻ ഗ്രാഫിനെ ഇത്രയും കൂടെ ഒന്ന് വലിപ്പം കൂട്ടി കാണിക്കാം. അപ്പോൾ ഇത് നോക്കാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇത് 1, ഇതെല്ലാം ഈക്വൽ വിഡ്ത്ത്. അപ്പോൾ 1ന്റെ കൂടെ അടുത്ത എച്ച് ആണ് ഇതിന്റെ വിഡ്ത്ത് എങ്കിൽ ആ എച്ച് കൂട്ടുമ്പോൾ 1 പ്ലസ് എച്ച് എന്ന് വരും അല്ലെ. അടുത്തത് ഒരു എച്ചും കൂടെ കൂട്ടും, 1 പ്ലസ് എച്ചിന്റെ കൂടെ എച്ചിനോട് 1 പ്ലസ് 2h വരും. അടുത്ത 1 പ്ലസ് 3h വരും, 1 പ്ലസ് 4h, 1 പ്ലസ് 5h, 1 പ്ലസ് 6h, 1 പ്ലസ് 7h, 1 പ്ലസ് 8h, 1 പ്ലസ് 9h അല്ലെ. യെസ്, അപ്പോൾ ഈ ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്ത് വരും, ആദ്യത്തെ ഏരിയ എന്ന് പറഞ്ഞാൽ എഫ് ഈ ലെന്ത് L1 ഇൻറ്റു ഈ 1 L1 ഇൻറ്റു എച്ച് വരും. അടുത്ത L2 ഇൻറ്റു എച്ച് വരും. അടുത്ത L3 ഇൻറ്റു എച്ച്. ഇനി ഇവിടുത്തെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y = x² ആണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ 1² എടുക്കാം അല്ലെ, 1² അപ്പോൾ 1² ഇവിടെ വരണ്ടേ, പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് എടുത്തിരിക്കുന്ന അപ്രോക്സിമേറ്റ്ലി ആയിട്ട് എടുക്കുവാണെങ്കിൽ ഇവിടെ വരും. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ കേൾക്കുമ്പോൾ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എച്ച് വരും. 1 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ഉള്ള y കോർഡിനേറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ fx = x² അല്ലേ. അപ്പോൾ 1 പ്ലസ് എച്ച് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് എങ്കിൽ 1 പ്ലസ് എച്ചിന്റെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ അതാണ് ഇത്. ഓക്കെ, അടുത്ത 1 പ്ലസ് 2hന്റെ സ്ക്വയർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് വരിക, നമുക്ക് കാണാൻ സാധിക്കും L1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ഫസ്റ്റ് പോയിന്റ് ഏതാണോ നമ്മൾ എ ആണ്, എഫ് ഓഫ് എ ഇൻറ്റു എച്ച് ആണ്. അടുത്ത് വരുമ്പോൾ എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എയുടെ കൂടെ നമ്മൾ എച്ച് കൂട്ടിയില്ലോ, അപ്പോൾ എ പ്ലസ് എച്ച് ആണ് അവിടുത്തെ എക്സ് കോർഡിനേറ്റ് ഇൻറ്റു അതിൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എച്ച് ആണ്. അടുത്ത പറയുമ്പോൾ എഫ് ഓഫ്
എ പ്ലസ് ആ എച്ചിൻ്റെ കൂടെ ഒരു എച്ചും കൂടെ കൂട്ടി എ പ്ലസ് 2h ഇൻറ്റു എച്ച് വരും എക്സെട്ര. ഇങ്ങനെ വന്ന് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ വന്നേക്കണേ എഫ് ഓഫ് ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഇതാണ് ആദ്യത്തത് എഫ് ഓഫ് 1 ഇൻറ്റു എച്ച്, അടുത്തത് എ പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എച്ച് ഇൻറ്റു എച്ച്, രണ്ടാമത്തേൻ്റെ 1 പ്ലസ് എച്ച്, മൂന്നാമത് വരുമ്പോൾ 2 പ്ലസ് എച്ച് എഫ് ഓഫ് 2 പ്ലസ് എച്ച്, 3 പ്ലസ് എച്ച്, അങ്ങനെ ലാസ്റ്റ് വരുമ്പോൾ എഫ് ഓഫ് 9 പ്ലസ് എച്ച് വരും. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് എഫ് ഓഫ് 9 പ്ലസ് എച്ച് സോറി എ പ്ലസ് 9h സോറി ഇതിപ്പോൾ മാറിപ്പോയി. എഫ് ഓഫ് എ പ്ലസ് എ എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ, എ പ്ലസ് 9h ഇൻറ്റു എച്ച്. ഇത് ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഗുണിച്ചിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ വാല്യൂ കിട്ടുക. ഓക്കെ മക്കളെ, ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന 10 ഡിവിഷൻസാണ്. ഞാൻ ഈ എപ്പോഴും എനിക്ക് 8.67 കിട്ടേണ്ട എടുത്ത സ്ഥാനത്ത് 9.48 കിട്ടുകയാണ്. അപ്പം ഞാൻ ഈ പാർട്ടീഷൻ കുറച്ചും കൂടെ കൂട്ടാന്ന് വിചാരിക്കാം, എണ്ണം കുറച്ചും കൂടെ കൂട്ടുക. ഇപ്പം 10 എണ്ണം ഉള്ളത് 20 എണ്ണം ആക്കുവാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും അതിൻ്റെ വിഡ്ത്ത് കുറയും കണ്ടോ. ഇപ്പം ഞാനത് 20 എണ്ണം ആക്കി, അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് വളരെ വീണ്ടും കുറഞ്ഞിട്ടുണ്ട് കണ്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഏരിയ ആക്യുറേറ്റ് ആവും. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടുത്തെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ 8.67 കിട്ടേണ്ട സ്ഥാനത്ത് 9.07 ആയി. അപ്പോൾ പാർട്ടീഷൻ്റെ എണ്ണം കൂടി. അപ്പോൾ കണ്ടോ ഈ പുറത്തേക്ക് നമ്മൾ എടുക്കുന്ന നമുക്ക് അർഹതപ്പെടാത്ത ഏരിയ എടുക്കുന്നത് കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എന്നിൻ്റെ കാര്യം കുറച്ചും കൂടെ കൂട്ടാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും ഇത് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണെന്ന് കാണാൻ സാധിക്കും കണ്ടോ. അപ്പോൾ അത് 8.81 ആയി. നമുക്ക് 8.67 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മുടെ പുറത്തുനിന്ന് നമ്മൾ എടുക്കുന്ന ഏരിയ കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട് കണ്ടോ, കാണാൻ സാധിക്കും. ഇത് നമ്മൾ കുറച്ചും കൂടെ കൂട്ടുമെന്ന് വിചാരിക്കാം. ഇപ്പം ഞാനൊരു 100 എണ്ണം എടുത്തിട്ടുണ്ട്. 100 എണ്ണം എടുത്തപ്പോൾ കണ്ടോ നമ്മുടെ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് 8.67 ആണ്. പക്ഷെ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓൾമോസ്റ്റ് അതിനോട് അടുത്തിട്ടുണ്ട്, 8.75 ആയി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 8.75. ഇവിടെ അത് റെഡ് എങ്കിൽ 8.75 ആയിട്ട് കാണാൻ സാധിക്കും. ഇപ്പം ഈ എന്നിൻ്റെ വാല്യൂ ഞാൻ കുറേ കൂടെ കൂട്ടി. ഈ എന്നിൻ്റെ വാല്യൂ വീണ്ടും കൂട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനൊരു 200 ഒക്കെ ആയെന്ന് വിചാരിക്കാം. അപ്പോൾ കണ്ടോ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഓൾമോസ്റ്റ് അതിനോട് സെയിം ആയിട്ട് വരുന്നുണ്ട് അല്ലേ. നമ്മളതിൻ്റെ ഗ്രാഫിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇത് ഒത്തിരി സൂം ചെയ്തിട്ടാണ് ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് കണ്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് അതിൻ്റെ ആ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിനോട് ഈക്വലാണ്, എന്നാലും ചെറിയ വ്യത്യാസമുണ്ട്, കൃത്യമതല്ലതാണ്. അപ്പോൾ ഞാൻ വീണ്ടും കൂട്ടുവാണെങ്കിലോ ആ എന്നിൻ്റെ വാല്യൂ വീണ്ടും കൂട്ടി ഞാൻ 300 എടുക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് കിട്ടേണ്ട വാല്യൂ 8.67 ആണെങ്കിൽ അതിനോട് ഓൾമോസ്റ്റ് അടുത്തു. അപ്പോൾ ഞാൻ ഈ പാർട്ടീഷൻ്റെ എണ്ണം വീണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ മീൻസ് ആസ് എച്ചിൻ്റെ വാല്യൂ എന്നിൻ്റെ വാല്യൂ നമ്പർ ഓഫ് പാർട്ടീഷൻസ് ടെൻസ് ടു ഇൻഫൈനൈറ്റ്. എന്നിൻ്റെ വാല്യൂ ഒത്തിരി കൂട്ടിക്കഴിഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ എങ്ങോട്ട് പോകും നമുക്കറിയാം അല്ലേ. എങ്ങോട്ട് പോകും? ഇംപ്ലൈസ് എച്ച് ടെൻസ് ടു ഇപ്പം നമുക്ക് ഗ്രാഫിൽ നോക്കി കാണാൻ സാധിക്കും. ഇവിടെ ഓരോന്ന് കഴിയുമ്പോഴും ഈ ഇപ്പം നമുക്ക് ഇവിടെ എച്ച് എന്നുള്ളത് കാണാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തി. മീൻസ് എച്ച് ടെൻസ് ടു എങ്ങോട്ട് പോകും? യെസ്, എച്ച് ടെൻസ് ടു 0ലേക്ക് പോകും. അപ്പോൾ പാർട്ടീഷൻ്റെ എണ്ണം കൂടുമ്പോൾ വണ്ണം കുറഞ്ഞ് 0ലേക്ക് പോകും. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാലോ ഇതിൻ്റെ ലിമിറ്റിംഗ് കേസ് എടുക്കുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനെ എഴുതാം. ഏരിയ എന്നുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. പാർട്ടീഷൻ്റെ എണ്ണം കൂട്ടുക, മാക്സിമം കൂട്ടുക. അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് വരും. ഏത് വരും? എഫ് ഓഫ് എ ഇൻറ്റു എച്ച് പ്ലസ് എഫ് ഓഫ് അടുത്തത് എ പ്ലസ് എച്ച് ഇൻറ്റു എച്ച് പ്ലസ് എക്സെട്ര. ഇങ്ങനെ പോയി ലാസ്റ്റ് നമുക്ക് വരുന്ന ഏതാണെന്ന് നോക്കിക്കുക മക്കളെ. ഇവിടെ 10 ആയിരുന്നപ്പോൾ 9h. അപ്പോൾ n ആണെങ്കിൽ എന്ത് വരും? എഫ് ഓഫ് എ പ്ലസ് 1 കുറയും n-1 ഇൻറ്റു എച്ച്. അതിനെ നമ്മൾ ഈ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. സോ ദാറ്റ്സ് ദ ഏരിയ. ഇതാണ് ശരിക്കും നമ്മളിപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഡെഫിനിഷൻ നോക്കി കാണാൻ സാധിക്കും ഇത് ഒരു സമ്മുകളുടെ അല്ലെ ലിമിറ്റാണ്. സോ ലിമിറ്റിംഗ് കേസ് ഓഫ് എ സം ഓഫ് സർട്ടൻ വാല്യൂസ്. ഇപ്പോൾ ഓരോന്ന് നമ്മൾ റെക്ടാങ്കിൾസ് ആയിട്ട് തിരിച്ചെടുക്കുന്നതുകൊണ്ടാണ് അതിന് വ്യത്യാസം വന്നുകൊണ്ടെന്ന്. എന്നിൻ്റെ വാല്യൂ കൂട്ടുമ്പോൾ മാക്സിമം ആവുമ്പോൾ നമുക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം ആയിട്ട് കിട്ടും.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഏരിയനെ, ഇതാണല്ലോ നമ്മളുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ആക്ച്വലി ഈ ഒരു വാല്യൂവിനെ നമുക്ക് ഇന്റഗ്രൽ നമ്മൾ എഴുതിയിട്ടുണ്ട്, ഇന്റഗ്രൽ a to b എന്ന് പറഞ്ഞ സാധനമാണ്. അപ്പൊ നമുക്ക് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഇന്റഗ്രൽ കാൽക്കുലസ് വെച്ചിട്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ഇന്റഗ്രൽ a to b fx dx എന്ന് പറഞ്ഞാൽ ഇതാണ് ഏരിയ അണ്ടർ ദി ഗ്രാഫ്. നമ്മൾ ഡെഫിനിഷൻ ഓഫ് ദി ഡിഫറെന്റ് ഇന്റഗ്രൽ വെച്ച് ഏരിയ അണ്ടർ ദി കർവ് ആണല്ലോ എക്കും ബിക്കും ഇടയ്ക്കുള്ളത്. ദാറ്റ്സ് ഈക്വൽ ടു ഇത് സെയിം ആയിട്ട് എഴുതാം, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. വേണമെങ്കിൽ ഇതിനകത്ത് എല്ലാം ഒരു എച്ച്, എല്ലാം ഈ എച്ച് കോമൺ ആണ്, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എച്ച് പുറത്തെടുക്കാം. എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു എച്ച്. n മൈനസ് 1ന്റെ മേലിൽ ഞാൻ ബ്രാക്കറ്റ് ഇടാനുള്ള ബ്രാക്കറ്റ്, ഇത് ഇസ് എ കൈൻഡ് ഓഫ് ബ്രാക്കറ്റ്. n മൈനസ് 1 മേലിൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതൊരു ബ്രാക്കറ്റ് ആണ്, ഇൻറ്റു എച്ച്. ഒത്തിരി ബ്രാക്കറ്റ് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് അങ്ങനെ എഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? എച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഡ്ത്താണ്. ആ വിഡ്ത്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ അപ്പർ ലിമിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു, വിഡ്ത്ത് അല്ലെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ എത്ര പാർട്ടീഷൻ ഉണ്ടോ അതില്ല ഈക്വൽ വിഡ്ത്ത് ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം അങ്ങനെ. സോ ഇവിടെ എച്ച് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് ബി മൈനസ് ലോവർ ലിമിറ്റ് എ ഡിവൈഡഡ് ബൈ എൻ. അപ്പൊ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. അപ്പൊ മക്കളെ ഇതൊന്ന് എഴുതി വെച്ചോളൂ, ഈ ഡെഫിനിഷൻ ഫോർമുല ഒന്ന് എഴുതി വെക്കണം. നമുക്ക് അത്രയും മതി. ഇതിന്റെ തിയറി പാർട്ട് ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ, എങ്ങനെയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഈ ഫോർമുല മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താണ് ഫോർമുല? ഡെഫിനറ്റ് ക്ലാസ് ലിമിറ്റ് ഓഫ് എ സം, എന്നിട്ട് ഈ ഫോർമുല ഒന്ന് എഴുതിക്കോളുക. ഇന്റഗ്രൽ a to b fx dx is equal to limit n tends to infinity h into f of a plus f of a plus h plus f of a plus 2h plus etc plus f of a plus n minus 1 into h, f of a plus n minus 1 into h, where h is equal to, h എന്ന് പറഞ്ഞാൽ width of the partition ആണ്, h is equal to b minus a, upper limit minus lower limit divided by n. or നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രോസ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം, or nh is equal to b minus n. അത് വേണമെന്നില്ല, നമുക്ക് ഇത്രയും എഴുതിയാൽ മതിയാവും. ഇതാണ് ഇതിന്റെ പേരിനകത്ത് ഉള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്തോന്ന് പറയാം. ലിമിറ്റ് ഓഫ് എ സം, ഡെഫിനറ്റ് ക്ലാസ് ലിമിറ്റ് ഓഫ് എ സം. അപ്പൊ ഇങ്ങനെ നമുക്ക് പല പീസുകളാക്കി ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ഏരിയാസ് എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്തുള്ള ഈ ടോട്ടൽ ഏരിയ കിട്ടുന്നതാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതിനെ പല ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഏരിയാസ് കണ്ടുപിടിക്കുക. അതാണ് ലിമിറ്റ് ഓഫ് എ സം എന്ന് വിളിക്കാനുള്ള കാരണം. കണ്ടോ, പാർട്ടീഷന്റെ എണ്ണം കുറഞ്ഞപ്പോൾ അതിന്റെ ഏരിയയിൽ വ്യത്യാസം വന്നു. എണ്ണം കൂടുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, എണ്ണം കൂടുമ്പോൾ പാർട്ടീഷൻ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, 100, 200, അപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോപ്പർട്ടി. അപ്പോൾ മക്കളെ നിങ്ങൾക്ക് മനസ്സിലായി കാണാൻ വിചാരിക്കുന്നു. ഇന്റഗ്രൽ a to b fx dx, ഈ ഫോർമുല നിങ്ങൾ പഠിച്ചോണം. ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി h ഇൻറ്റു f of a plus f of a plus h plus etc plus f of a plus n minus 1 into h. where h എന്ന് പറഞ്ഞാൽ width of the interval ആണ്, width of the partition ആണ്, b minus a by n. അതായത് നമുക്കറിയാം n-ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ h-ന്റെ വാല്യൂ അങ്ങോട്ട് പോകും. ഇതിന്റെ വാല്യൂ n-ന്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഡിനോമിനേറ്റർ വളരെ കൂടി പോകുമ്പോൾ ന്യൂമറേറ്റർ ടോട്ടൽ വാല്യൂ എന്തായി മാറും? 0യിലേക്ക്, ക്ലോസ് ടു 0 ആയി മാറും. അതായത് n ടെൻസ് ടു ഇൻഫിനിറ്റി, അതും കൂടെ വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി h ടെൻസ് ടു 0. ഓക്കെ, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. നമ്മൾ ഫോർമുല പഠിച്ചാൽ മതിയാവും. ഈ ഫോർമുല പഠിച്ചതിന് ശേഷം നമുക്ക് പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഈ ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കുക. ഇന്റഗ്രൽ a to b fx dx is equal to ലിമിറ്റ് h tends to 0 h into or n tends to infinity, രണ്ട് സെയിം ആണ്. h tends to 0യിലേക്ക് പോകുമ്പോൾ n tends to infinity ആവും.
So h tends to 0, h into f of a plus h plus f of a plus 2h plus etc plus f of a plus n minus 1 into h, where h എന്ന് പറഞ്ഞാൽ b minus a divided by n ആണ്. അപ്പോൾ ഈ ഫോർമുല പഠിച്ചോളുക. ലിമിറ്റ് ഇവിടെ നമുക്ക് ഫോർമുലയ്ക്കകത്ത് n tends to infinity എന്ന് പറഞ്ഞാൽ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തോണേ. n tends to infinity എന്ന് പറഞ്ഞാലും h tends to 0 എന്ന് പറഞ്ഞാലും സെയിം ആണ്. നമ്മളിവിടെ n അങ്ങനെ ഡിനോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എല്ലാം നമുക്ക് എച്ചിലേക്ക് മാറുന്നതുകൊണ്ട് ഇവിടെ ഹിൻഡിൻ്റെ ടേം ഒന്നും ഇല്ല. അപ്പോൾ വേണമെങ്കിൽ ആ ഫോർമുല നമുക്ക് ഇങ്ങനെ ആക്കിയാൽ സെയിം ആണ്. അതായത് n tends to infinity means h tends to 0. സോ ലിമിറ്റ് h tends to 0 എന്നുള്ള രീതിയിൽ പഠിച്ചാലും മതിയാവും. ഇങ്ങനെ h tends to 0 രണ്ട് സെയിം ആണ്. n tends to infinity ആയാലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ എന്നിൻ്റെ ടേം ഒന്നും നമ്മുടെ അതിനകത്ത് ഇവിടെ മാത്രമേ ഒരു ടേം വരുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാത്തിനകത്ത് h വരുന്നതുകൊണ്ട് വേണം ഈ ഫുൾ ഫോർമുല നമുക്ക് എച്ചിലേക്ക് മാറ്റാം. സോ ലിമിറ്റ് h tends to 0, h into f of a plus h plus etc plus f of a plus n minus 1 into h, where h is equal to b minus a divided by n. ഇത് ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഈ ഫോർമുല നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. Till then, stay safe and have a nice day.